ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് മജോറിറ്റിയുടെ 4 കിടിലൻ മോഡൽസുമായിട്ടാണ് വന്നിട്ടുള്ളത്. സോ ഈ മോഡൽ എൻ്റെ വന്നിട്ട് കുറച്ചധികം ദിവസമായി. വീഡിയോ ചെയ്യാൻ പറ്റാഞ്ഞത് ഞാൻ പനി പിടിച്ച് കിടപ്പിലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടിന് കുറച്ച് വ്യത്യാസം കാണും. അപ്പോൾ അതെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ നമുക്ക് നേരെ അൺഗാർഡ് ചെയ്യാം. അപ്പോൾ ഇത് കിട്ടിയ ആക്രാന്തം തന്നെ ഞാനിതെല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ അൺഗാർഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം സ്വിഫ്റ്റിൻ്റെ മോഡലാണ്. അതൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത്. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടൊരു കളറാണ്. അതുകൊണ്ടാണ് ഞാൻ ചാടിക്കറി ഇത് കാണാനും എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാസ്റ്റിംഗ് ഒരു രക്ഷയില്ലാത്ത കാസ്റ്റിംഗ് കേട്ടോ. കാരണം ഇതിൻ്റെ പ്രൈസ് വരുന്നത് നമ്മുടെ ഹോട്ട് വീൽസിൻ്റെ അതേ റേഞ്ച് തന്നെ പ്രൈസൊക്കെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചുള്ള ഹോട്ട് വീൽസുമായിട്ട് താരതമ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്കിതിൻ്റെ കാസ്റ്റിംഗാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. അതാ പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ സുസുക്കിന്ന് കാണാം, സുസുക്കിയുടെ ലോഗോ, അതുപോലെ സ്വിഫ്റ്റ് സ്പോട്ട്, അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽ വരെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്കിതിൻ്റെ വീല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. നല്ല രസമാണ് ഇതിങ്ങനെ വെക്കാനായിട്ട്. എന്ത് രസം നോക്കി. ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും ഗ്രില്ല് നോക്കിയാലും എന്താ സുസുക്കിയുടെ ലോഗോ അവിടെ കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് എല്ലാം അടിപൊളി ഡീറ്റെയിലിങ്ങിനാണ്. സാധാരണ ഈ കളർ നമുക്ക് റിയൽ ലൈഫിൽ കിട്ടാറില്ല. നമ്മൾ കസ്റ്റം ചെയ്താണ് ഈ കളറൊക്കെ എടുക്കാറുള്ളത്. അപ്പോൾ അതുപോലത്തെ ഒരു ഷെയ്ഡിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് മജോറിറ്റിയുടെ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് മോഡൽ എന്ന് പറയുന്നത് ജീപ്പിൻ്റെ തന്നെ റൂബിക്കോൺ എന്ന് പറയുന്നൊരു മോഡലാണ്. ഇതാണ് അത് ഞാൻ അൺകാർഡ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റൂബിക്കോൺ എന്ന് പറയുന്ന മോഡൽ. ഇവിടെ നോക്കി കഴിഞ്ഞാൽ റൂബിക്കോൺ എന്ന് കാണാം. ഫ്രണ്ട് ജീപ്പിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ. ഫുൾ കാസ്റ്റിങ്ങും അടിപൊളിയാണ് വണ്ടിയുടെ. ഇതിൻ്റെ ഒരു ഒറ്റ പോരായ്മ ഇതിൻ്റെ ഈ വീല് മാത്രമാണ്, ടയർ മാത്രമാണ് എനിക്ക് പോരായ്മ തോന്നുന്നത്. അത് നമ്മുടെ ഈ സ്വിഫ്റ്റിൻ്റെ ഒക്കെ പോലെ തന്നെ അലോയ് വീലൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് കൊടുക്കുമായിരുന്നെങ്കിൽ ഇതുണ്ട്. ഇത് ഈ വണ്ടിക്ക് ചേരുന്ന പോലെയാണ് ഈ വീല് കൊടുത്തിട്ടുള്ളത്. അതുപോലൊരു ചേർച്ച കൊടുക്കുമായിരുന്നെങ്കിൽ ഇതും കുറച്ച് ബെറ്റർ ആയതിനെ. ബാക്കിയെല്ലാം അടിപൊളിയാണ്. ഇൻറ്റീരിയറും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ഹോട്ട് വീൽസിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് ഇതിൻ്റെ കാസ്റ്റിംഗാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. ഈ വണ്ടിയാണ് എനിക്ക് കുറച്ചുകൂടെ ഈ മജോറിറ്റിയുടെ ഈ ഒരു സെക്ഷനാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. പ്രീമിയം ഹോട്ട് വീൽസിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഈ ഒരു റേഞ്ചിൽ വരുന്ന ഹോട്ട് വീൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വണ്ണ് എന്ന് പറയുന്നത് ഓഡിയുടെ തന്നെ A1 എന്ന് പറയുന്ന മോഡലാണ്. ആൻഡ് ഈ മോഡൽ ഞാൻ ഈ ഒരു 3 മോഡലാണ് ഞാൻ ആദ്യം എടുത്തിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട്, എൻ്റെ വീട് കോട്ടയത്തു നിന്ന് ഒരു 13 കിലോമീറ്റർ കഴിഞ്ഞ് പോകണം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ തിരിച്ച് പോയിട്ട് ഈ ഒരു കാർ എടുക്കാൻ വേണ്ടി വീണ്ടും ഞാൻ ആ മഴയത്ത് വണ്ടി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ എനിക്ക് വീണ്ടും പനി കൂടുകയുണ്ടായി. ആൻഡ് ഇതാണ് ഞാൻ മൂന്നാമതെടുത്ത മോഡൽ ഓഡിയുടെ A1 എന്ന് പറയുന്നത്. ഇതിൻ്റെ കാസ്റ്റിംഗ് കേട്ടോ കുറച്ചുകൂടി ബെറ്ററാണ്. അതായത് ഈ 199 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ബെറ്ററാണ് ഇതിൻ്റെ കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്ത് രക്ഷയെന്ന് ഉണ്ടോ. ഓഡിയുടെ ലോഗോ, A1 ബാഡ്ജിങ്, അതുപോലെ സൈഡ് നോക്കി കഴിഞ്ഞാൽ സൈഡ് പ്രൊഫൈലും കാര്യങ്ങളും എല്ലാം. അതുപോലെ ഫ്രണ്ട് നോക്കിയാലും ഗ്രില്ലി, ഈ ബമ്പറിൻ്റെ അവിടെ വരുന്ന ഗ്രില്ലിയും കാര്യങ്ങൾ, ഹെഡ്ലൈറ്റ് അതൊക്കെ ഫുൾ ബ്ലാക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്ലാസ് കുറച്ച് ടിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ നോക്കിയാൽ അത്യാവശ്യം നല്ല ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാളും മനോഹരമാണ് നമുക്ക് നേരിട്ട് കാണാൻ വേണ്ടി. അത്രയും നല്ല ചെറുതും കൂടെ ആയതുകൊണ്ട് അടിപൊളി ഡീറ്റെയിലും കൊടുത്തിട്ടുള്ളതുകൊണ്ട് ഭയങ്കര ഭംഗിയാണ് വണ്ടി കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് മോഡൽ എന്ന് പറയുന്നത്, ഓഡിയുടെ A1 എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വണ്ണ് എന്ന് പറയുന്നത് ഈ 199 മേടിക്കുന്ന വണ്ടിയല്ല, ഇത് കുറച്ചുകൂടെ പ്രൈസ് കൂടിയ വണ്ടിയാണ്. നമ്മുടെ ഫോർഡ് മസ്താങ് GT എന്ന് പറയുന്ന വണ്ടിയാണ്. ചിലർ എന്നെ മുസ്താങ് എന്ന് പറഞ്ഞേക്കാം, ചിലർ എന്നെ മസ്താങ് എന്ന് പറഞ്ഞേക്കാം. ഇതിൽ മസ്താങ് ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മസ്താങ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതേതാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ അൺകാർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയ പാക്കറ്റും കൂടെ വരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു പാക്കറ്റ്. അതിങ്ങനെ എടുക്കുമ്പോഴാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. ഒരു ഗോൾഡൻ യെല്ലോ കളറിലാണ് വണ്ടി വരുന്നത്. ആൻഡ് സെൻറ്ററിൽ കൂടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലാക്ക് ഒരു ലേബൽ പോലെ ഇട്ടിട്ടുണ്ട്. അടിപൊളി ഡീറ്റെയിലിംഗ്. ഇതിൻ്റെ കാസ്റ്റിംഗ് ഒരു രക്ഷയില്ല. സോ ഇതിൻ്റെ പ്രൈസും അതുപോലെയാണ് വരുന്നത്. ഇതൊരു 399 റേഞ്ച് വരുന്ന വണ്ടിയാണ്. സോ ഇതിൻ്റെ വീലൊക്കെ നോക്ക്, വീലൊക്കെ അടിപൊളി ഡീറ്റെയിലിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൻ്റെ ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ബാക്കിയൊന്നും ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, കാരണം അതുകൊണ്ടാണ് അതിന് 199 പ്രൈസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചുകൂടെ എന്താ പറയുന്നത്, വെൽ കാസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇത് കുറച്ച് പ്രൈസ് കൂടുതൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ടൈലൈറ്റ് റെഡ് ആക്കാമായിരുന്നു. അത് പിന്നെ ഞാൻ തന്നെ റെഡ് ആക്കിക്കോളാം. ചുമ്മാ പെയിൻറ്റ് മേടിച്ചൊന്ന് സെറ്റപ്പ് ചെയ്താൽ മതി, റെഡാക്കും. അത് ഞാൻ റെഡാക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കൂട്ടത്തിലെ പ്രീമിയം കാർ എന്ന് പറയുന്നത്, ഫോർഡിൻ്റെ മസ്താങ് എന്ന് പറയുന്നത്. അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. സോ ഇതാണ് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ച 4 മജോറിറ്റിയുടെ മോഡൽ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനെല്ലാം സസ്പെൻഷൻ ഉണ്ട് കേട്ടോ. ഈ ഒരു പ്രൈസ് റേഞ്ച് വരുന്ന ഹോട്ട് വീൽസൊന്നും സസ്പെൻഷൻ ഞാൻ കാണാറില്ല. പക്ഷേ മജോറിറ്റിയുടെ ഈ മോഡൽസിനെല്ലാം നല്ല സസ്പെൻഷൻ ഉണ്ട്. വണ്ടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുത്തി പൊങ്ങി കളിക്കും. അതുപോലത്തെ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, വണ്ടിയെല്ലാം നല്ലതായിട്ട് ജെല്ലി എന്നാണ്. ഇതിൽ ഇച്ചിരി കൂടെ കൂടുതലാണ് കേട്ടോ. ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇതുണ്ടോ, ഇത്രയും നല്ല സസ്പെൻഷൻ ഉണ്ട്. ഇതിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴുവാകും.
ആൻഡ് അതുപോലെ തന്നെ ഇതിനുമുണ്ട്, എല്ലാത്തിനും സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയും 4 മോഡലാണ് ഞാൻ നിലവിലിപ്പോൾ മേടിച്ചിട്ടുള്ളത്. അവിടെ ഒരുപാട് മോഡൽസ് എണ്ണി തീരാൻ പറ്റാത്തത്ര മജോറിറ്റിയുടെ മോഡൽസ് വന്നിട്ടുണ്ട്. സോ ഞാൻ ഈ പനി ഒന്നുകൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോയിട്ട് ഞാൻ വീണ്ടും കുറേ കളക്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാൻ ഇനി പാടായിരിക്കും, അത് വരാൻ ഇച്ചിരി കുറച്ച് പാടായിരിക്കും. അവിടെ വലിയ പാക്കറ്റൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, 13 പീസിൻ്റെ പാക്കറ്റൊക്കെ ഇരിപ്പുണ്ട്. പക്ഷേ സിംഗിൾ പീസ് കളക്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ എന്താ പറയുന്നത് ലാഭം എന്നെനിക്ക് തോന്നുന്നു. കാരണം മറ്റേ ഫുൾ ബോക്സിനകത്ത് വരുന്നതിൻ്റെ അകത്തൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത വണ്ടികൾ മിക്സ് കാണും അതിൻ്റെ അകത്ത്. പക്ഷേ ഇങ്ങനെ മേടിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ലാഭമായിരിക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി നോക്കി എടുക്കുകയും ചെയ്യാം. സോ നെക്സ്റ്റ് ഏത് വണ്ടി വേണം അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഓടിപ്പോയിട്ട് കുറേ കൂടെ കളക്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ പോകും, നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വീണ്ടും ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വരും. എന്തായാലും ഞാൻ പോയി മേടിക്കും. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ എന്താ പറയുന്നത് എൻ്റെ സകല ഊർജ്ജം എടുത്ത് ഞാൻ ഓടിപ്പോയി മേടിക്കുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് കാർ ഏത് വേണമെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ആൻഡ് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ മാസ്ഡ RX-7 ഞാൻ ഓർഡർ ചെയ്തായിരുന്നു, പക്ഷേ എന്തോ ബ്ലോക്ക് ആയിട്ടുണ്ട്. ആ സാധനം ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. സോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി നഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ പൈസ പോയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പോകാതിരിക്കട്ടെ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.